ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് സാരി കൊടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ ഇന്ന്. അതായത് എൻ്റെ അല്ലുകുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനും അല്ലുകുട്ടനും അവൻ്റെ അമ്മ അഞ്ചും കൂടെയാണ് കേട്ടോ പോകുന്നത്. വേറെ ആരും പോരുന്നില്ല, പിള്ളേരാരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഞങ്ങളൊരു നേരത്തെ 5:45 6 മണിയൊക്കെ ആയപ്പോൾ ഞാനും അഞ്ചും കൂടെ എഴുന്നേറ്റു. പിന്നെ അടുക്കളപ്പണിയൊക്കെ ഒരുക്കി അല്ലുകുട്ടന് ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കിയതാ. ഞങ്ങൾ കുളിച്ച് ഒരുങ്ങിയിട്ടതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണൻ്റെ ഓട്ടോ തന്നെയാണ് കേട്ടോ. അതായത് ഏട്ടൻ്റെ മോനാണ് നമ്മുടെ സ്വപ്നക്കൂടില്ലേ, സ്വപ്നക്കൂടത്തെ കണ്ണൻ്റെ ഓട്ടോ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരു 10-20 മിനിറ്റ് ദൂരമുണ്ട് കേട്ടോ ഓട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ. നടക്കുകയാണെങ്കിൽ അത്രയും നടക്കാനുമുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ഓട്ടോയിൽ ഞങ്ങൾ 3 പേരും തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇത് കൊളപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം. ശിവക്ഷേത്രമാണ് കേട്ടോ, പാർവതി പരമേശ്വരനാണ്. ഇപ്പോൾ ഞാൻ ക്ഷേത്രത്തിനുള്ളിലെത്തിയപ്പോൾ മുടിയൊന്ന് തുമ്പ് കെട്ടിയിട്ടോ, കാരണം മുടി അയച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കാണുന്നത് പുഴയാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ശരിക്കും പുഴയിലേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് വരാറ് ക്ഷേത്രത്തിൻ്റെ പിൻവശത്ത് കൂടെയാണ് റോഡ്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിലൂടെയാണ് കേട്ടോ എല്ലാവരും വന്നിറങ്ങാറ്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി. 3 വർഷമായിട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട്. അതായത് എൻ്റെ കല്യാണത്തിൻ്റെ മുൻപ് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വഴിപാട് ഷീട്ട് എഴുതുന്നൊരു ചേച്ചിയുണ്ട്, മുത്തേച്ചി എന്ന് പറയും. അവരെൻ്റെ വിശേഷങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, അറിയുന്ന ചേച്ചിയാണ്. അപ്പോൾ അവരെ ഒന്ന് കാണാം. അപ്പോൾ അവരൊക്കെ കണ്ട് സംസാരിച്ചു, വഴിപാടൊക്കെ എഴുതി ചീട്ടാക്കി വഴിപാടൊക്കെ കഴിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉപദേവതകളായിട്ട് വിഘ്നേശ്വരനുണ്ട്, പാർത്ഥസാരഥിയുണ്ട്, കൃഷ്ണനുണ്ട്, മുരുകനുണ്ട്. പിന്നെ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട്. ആലിൻചോട്ടിൽ ഹനുമാൻ സ്വാമി ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നാഗദേവതകളെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനൊന്നും പാടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം പുഴയിലേക്കാണ്. പുഴ കണ്ടോ, ഞങ്ങളുടെ ചാലിയാർ പുഴ. അപ്പോൾ പുഴേൻ്റെ അക്കരെ മയിൽ കരയുന്ന ശബ്ദം കേട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ നിറയെ മയിലുകൾ പുഴേൻ്റെ അക്കരെയുള്ള പറമ്പിൽ. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പുഴ കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ ആലിൻചോട്ടിൽ കണ്ടോ ഹനുമാൻ സ്വാമീൻ്റെ പ്രതിഷ്ഠ. ഗദയൊക്കെ ഏന്തിയിട്ടുള്ള ഹനുമാൻ സ്വാമീനെ കണ്ടോ. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വെറ്റിലമാലയാണെന്നാണ് തോന്നുന്നത്. വെറ്റിലമാല, അവിലും മലരും അതൊക്കെയാണ് തോന്നുന്നത് വഴിപാട്. വെറ്റിലമാലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് കേട്ടോ. പിന്നെ ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് എടവണ്ണയിലുള്ള കരീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശില്പിയാണ് കേട്ടോ. അദ്ദേഹം ഉണ്ടാക്കിയൊരു ശില്പമാണ്. അങ്ങനെ ഹനുമാൻ സ്വാമീനെയൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനല്ല കേട്ടോ, ഞങ്ങൾ ആലിന് ചുറ്റും വലം വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ആലിന് ചുറ്റും വലം വെക്കണം എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ വായിച്ചറിഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. അതായത് ആൽമരത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുക. പിന്നെ ആൽമരം ഒരു ദിവ്യ ഔഷധം കൂടിയല്ലേ. ആലിൻ്റെ ഇല, ആലിൻ്റെ തൊലി, ആലിൻ്റെ വേര് എല്ലാം സമൂല ഔഷധമുള്ളൊരു മരമാണത്രേ ആല്. ആലിൻചോട്ടിലെ കാറ്റ് കൊള്ളുന്നത് പോലും ഔഷധ ഗുണമാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ശരിയായിരിക്കാം. അങ്ങനെ ഞാനും അഞ്ചും കൂടെ ഹനുമാൻ സ്വാമിനെയൊക്കെ പ്രാർത്ഥിച്ചു, ആലിനെ വലം വെച്ചു. പിന്നെ അല്ലുക്കുട്ടനോട് ഞാൻ പറഞ്ഞു, നീയും പ്രാർത്ഥിച്ചോ. അപ്പോൾ അല്ലുക്കുട്ടനാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമറാമാൻ. ക്യാമറ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ക്യാമറമാൻ്റെ കഴിവാണ് കേട്ടോ. അങ്ങനെ ഹനുമാൻ സ്വാമിനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ അല്ലുക്കുട്ടൻ പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന കാണാൻ നല്ല രസമാണ്. ഞാൻ കുറച്ച് നേരം അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയി തൊട്ടപ്പുറത്ത് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയും പ്രാർത്ഥിച്ചു. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നാഗദേവതകളെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ, അവിടെയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സമയം 8 മണി 8:30 ആയി കേട്ടോ. സാധാരണ 8:15 നട അടയ്ക്കാറുണ്ട്. 8:30 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നടയൊക്കെ അടച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രീ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു കേട്ടോ. അതിനിടയ്ക്ക് മുത്തേച്ചി ഞങ്ങൾക്ക് കുറച്ച് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ കഴിച്ചു. പിന്നെ ക്ഷേത്രത്തിലൊന്നും ആരും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കരുതിയിട്ട് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഈ പിറന്നാളുകാരനെയും കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്ന് വെച്ചാൽ പിറന്നാളുകാരൻ വീഡിയോൻ്റെ മുന്നിലേക്ക് വരണ്ടേ. അവൻ പ്രസാദേട്ടൻ്റെ പോലെ ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്യാൻ മടിയാണ്, വീഡിയോയ്ക്കും പോസ്റ്റ് ചെയ്യാൻ മടിയാണ്. എന്നാലും ഞാൻ അവനൊന്ന് പറഞ്ഞ് ഓരോ സോപ്പിട്ടൊക്കെ ഫോട്ടോ എടുക്കടാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തന്നു കേട്ടോ. ചില സമയത്ത് ആളും എടുക്കാനാണ്, ചില സമയത്ത് ഭയങ്കര മടിയാവും. വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ തന്നെ മടിയാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിനൊക്കെ തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. ഒരുപാട് നേരം 9 മണിയായിട്ടാണ്. വളരെ കണക്കായിട്ട് വന്നത്.
ഇതാ അമ്പലത്തിൽ കയറുന്ന അവിടെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ആൽമരം. ആൽമരം നല്ലതല്ലേ, കണ്ണാ പോവല്ലേ. ഞാനൊരു ആലിൻ്റെ അല്ല പറക്കട്ടെ. നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതാ 8:45 9 മണിയോട് കൂടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ആ പോരാണ് കേട്ടോ. വീട്ടിലെത്തി. ചായ കുടിക്കട്ടെ, വിശക്കുന്നു. അല്ലുവിന് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലുവിന് ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു, ചായ കുടിച്ചു. ഇഡ്ഡലിയും ചായയാണ് കേട്ടോ, ഇഡ്ഡലിയും ചട്നി. അല്ലുവിൻ്റെ പിറന്നാളായതുകൊണ്ട് അല്ലുവിൻ്റെ ഇഷ്ടപ്പെട്ട വിഭവം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ കൂടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് സദ്യ വെക്കാനാണ്. സാമ്പാറും അവിയലും ഉപ്പേരി അച്ചാറ് പുളിയിഞ്ചിയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അല്ലുക്കുട്ടന് നോൺ വെജ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതാ അടുക്കളയിൽ ചിക്കൻ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ നടക്കുക കേട്ടോ. അത് നാരങ്ങയും പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കുന്നത് അഞ്ചുമാണ് കേട്ടോ. അഞ്ചും വെക്കും, അമ്മേൻ്റെ സഹായമുണ്ട്, പിന്നെ ഞാനിങ്ങനെ ചെറിയ സഹായമുണ്ട് കേട്ടോ. പിന്നെ അശ്വതി ഓരോ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഒന്നും ഞാനിടുന്നില്ല. ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. സാധാരണ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസം ഞങ്ങൾ വീട്ടിൽ ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. സാധാരണ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അരി വേവിച്ചിട്ട് ചിക്കനും പകുതി വേവിൽ വഴറ്റിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് അരിയിട്ട് ദമ്മിടുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറ്. ഇപ്പോൾ അരിയൊക്കെ വാർത്ത് വെച്ചു. പിന്നെ ദാ ചിക്കൻ ഇങ്ങനെ വഴറ്റി മസാലയൊക്കെ പുരട്ടി വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന മസാലേൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് ദമ്മിട്ടിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുക. ബിരിയാണി മണക്കുണ്ടോ? അമ്പലത്തിലെന്താ പോരാഞ്ഞ് കുളിച്ചിട്ടില്ല നീ കാണ്ടായി. അമ്മയും മഞ്ജു ഇവിടെ റെഡിയാക്കുന്നു. അശ്വതി പിള്ളേരെയും കൊണ്ട് അംഗൻവാടിയിൽ ഡാൻസ് കളിക്കാൻ പോയി. ദം ബിരിയാണി. അങ്ങനെ ഇതാ ദം ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് കേട്ടോ ബിരിയാണി വെക്കാറ്. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ദമ്മൊക്കെ ഇട്ട ബിരിയാണിയൊക്കെ ഇതാ എടുത്തിട്ടുണ്ട്. അശ്വതി അഞ്ചും കൂടെ, അഞ്ചും അമ്മയും കൂടെ ഇതാ ബിരിയാണി റൈസും മസാലയൊക്കെ വേറെ വേറെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറന്നാളുകാരനെ ഭക്ഷണം കഴിക്കണമെന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതി ഞാൻ വന്നപ്പോഴേക്കും പിറന്നാളുകാരനും അനിയനും ഇതാ ഫോണും കണ്ടാ ഭക്ഷണം കഴിക്കുന്നത്. ഫോണ് കാണാതെ ഇപ്പോൾ ഒരൊറ്റ പിള്ളേരും ഭക്ഷണം കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കണ്ടേ. പിന്നെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ അമ്മയും അച്ഛനും ഭക്ഷണം കഴിക്കാനിരുന്നു. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ, ഞാനും അഞ്ചും കൂടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലുക്കുട്ടൻ്റെ പിറന്നാൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാണുന്നവർ എൻ്റെ അല്ലുക്കുട്ടന് ഒന്ന് ബർത്ത്ഡേ വിഷസ് പറയണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.